ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 100. ഓം അച്യുതായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 100. അച്യുതഃ. ച്യുതി അല്ലെങ്കിൽ വീഴ്ച ഇല്ലാത്തവനാരോ അവൻ അച്യുതൻ. ഒരിക്കലും പതനമില്ലാത്ത ജഗദീശ്വരനാണ് ഭഗവാൻ. എപ്പോഴും സത്ത് ചിത്ത് ആനന്ദത്തിൽ ദൃഢമായി ഭഗവാൻ നിലനിൽക്കുന്നു. ത്രിഗുണാതീതനായ ഭഗവാനെ അവതാരകാലത്തും ഗുണങ്ങൾ ബാധിക്കുന്നില്ല. മഹാനാരായണോപനിഷത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പതിം വിശ്വസ്യാത്മേശ്വരം ശാശ്വതം ശിവമച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മാനം പരായണം. അതായത് വിശ്വത്തിൻ്റെ പതിയും ആത്മാവിൻ്റെ ഈശ്വരനും ശാശ്വതനും അച്യുതനും നാരായണനും അറിയപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠനും വിശ്വരൂപനും എല്ലാറ്റിനും ആശ്രയവുമാണ് നാരായണൻ. ശുദ്ധ ജ്ഞാനമൂർത്തിയായ അച്യുതൻ എല്ലാറ്റിനും ഉത്പത്തിസ്ഥാനമാണെങ്കിലും സംസാരത്തിൻ്റെ താപങ്ങളും അശുദ്ധിയും ഭഗവാനെ ബാധിക്കുന്നില്ല. സത്വഗുണത്തിൽ നിന്ന് ഭ്രംശിക്കാത്തവൻ എന്നോ ധർമ്മത്തിൽ നിന്നും ഭ്രംശിക്കാത്തവൻ എന്നോ അന്ത്യമില്ലാത്തവൻ എന്നോ ഈ നാമത്തെ മനസ്സിലാക്കാം. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തർക്കും ഒരു കാര്യത്തിലും വീഴ്ച ഉണ്ടാവുകയില്ല. ഭക്തരെ ച്യുതിയിൽ നിന്നും രക്ഷിക്കുന്നതിനാലും ഭഗവാൻ അച്യുതനാകുന്നു. ഹരേ കൃഷ്ണ.